ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു അറബിക് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അറബിക് പുഡിങ് അറിയാത്തവരാരും ഉണ്ടാവില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പാലിൽ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ. പിന്നെ ഞാനിവിടെ 2.5 കപ്പ് പാൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയ രൂപത്തിൽ ആയി വരും. ഒരുപാട് കട്ടിയാവില്ല, കുറച്ച് കുറുകിയ രൂപത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് സെർവ് ചെയ്യേണ്ട ട്രേ എടുത്ത് അതിലേക്ക് ബ്രെഡ് അതുപോലെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ട്രേയുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ ബ്രെഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ബ്രെഡ് സോക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഈ കസ്റ്റാർഡ് മിൽക്ക് മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന രീതിയിൽ സോക്ക് ചെയ്യുന്ന രീതിയിലാക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രീസ് ചെയ്ത് വെക്കണേ. പിന്നെ നമുക്ക് ഈ ഫ്രീസ് ചെയ്തതിൻ്റെ മുകളിലേക്കൊരു ക്രീമാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യുക. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് നട്ട്സും കൂടി ചേർത്തിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തണുപ്പിച്ചിട്ട് ഇത് കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് കട്ട് ചെയ്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇതെടുത്ത് കഴിക്കലും ഒക്കെ പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.